കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ നാലാം സർഗം ആരണ്യകാണ്ഡം 4-ാം സർഗം 50-ാമത്തെ ശ്ലോകത്തിൽ ഭക്തിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവാൻ എന്തൊക്കെ വേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞതല്ലേ. എന്തൊക്കെയാണ് ഭക്തി സാധനങ്ങളെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭക്തന്മാരോടുള്ള സംസർഗം, എന്നെ സേവിക്കൽ, എൻ്റെ ഭക്തന്മാരെ സേവിക്കൽ, പിന്നെയോ ഏകാദശി മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, പിന്നെ എൻ്റെ ജന്മദിനാഘോഷം മുതലായ ഉത്സവങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കുകൊള്ളുക, അത് ആഘോഷിക്കുക, പിന്നെയോ എൻ്റെ കഥകൾ കേൾക്കുക, അതിനെ പഠിക്കുക, വ്യാഖ്യാനിക്കുക, പറയുക, എൻ്റെ പൂജയിൽ താല്പര്യം കാണിക്കുക, എൻ്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ മനസ്സ് വെച്ച് ജീവിക്കുന്നവർക്കൊക്കെ നല്ല ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടാകേണ്ടതായിട്ട് ഒന്നുമില്ല. ഭക്തി തന്നെയാണ് മുഖ്യമായിട്ടുള്ള ജ്ഞാനസാധനം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. 51 അതോ മദ്ഭക്തിയുക്തസ്യ ജ്ഞാനം വിജ്ഞാനമേവ ച വൈരാഗ്യം ച ഭവേത് ശീഘ്രം തതോ മുക്തിമവാപ്നുയാത്. അതഃ മദ്ഭക്തിയുക്തസ്യ, അതുകൊണ്ട് എന്നിൽ ഭക്തിയുള്ളവന് ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം, ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യവും ശീഘ്രം ഭവേത്, വേഗത്തിലുണ്ടാവും. തതഃ മുക്തിം അവാപ്നുയാത്, അതുകൊണ്ട് വേഗം മുക്തിയും പ്രാപിക്കുന്ന. അതുകൊണ്ട് എന്നിൽ അചഞ്ചല ഭക്തിയുള്ള ഒരു ഭക്തന് ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യം, അതായത് വിഷയവിരക്തിയും ഉടനെ ഉണ്ടാകും. അതിനുശേഷം മോക്ഷം ലഭിക്കും. അതോ മദ്ഭക്തിയുക്തസ്യ ജ്ഞാനം വിജ്ഞാനമേവ ച വൈരാഗ്യം ച ഭവേത് ശീഘ്രം തതോ മുക്തിമവാപ്നുയാത്. കഥിതം സർവമേതത്തെ തവ പ്രശ്നാനുസാരത അസ്മിൻ മനഃ സമാധായ യസ്തിഷ്ഠേൽ സതു മുക്തിഭാഗ്. സർവം, ഇതെല്ലാം തേ കഥിത, നിന്നോട് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. അസ്മിൻ മനഃ സമാധാനായ, ഇതിനെ മനസ്സിൽ ഉൾക്കൊണ്ട്, യഹ തിഷ്ഠേത്, ഏതൊരുവൻ ഇരിക്കുന്നുവോ, സഹ തു മുക്തിഭാഗ്, അവൻ തന്നെ മുക്തിയെ പ്രാപിക്കുന്നവൻ. അപ്പോൾ പറയണം ലക്ഷ്മണ, നിൻ്റെ ചോദ്യത്തിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഈ തത്വം മുഴുവൻ നിനക്ക് പറഞ്ഞു തന്നു. അതായത് നീ ജ്ഞാനവിജ്ഞാന സഹിതം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞുവല്ലോ, അത് മുഴുവൻ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതായ ഈ തത്വത്തിനെ മനസ്സിൽ ഉൾക്കൊണ്ട് നിലനിർത്തി ആരാണ് ജീവിക്കുന്നത്, ആരായാലും ആ ആൾക്ക് മുക്തി ലഭിക്കും എന്ന് പറഞ്ഞു. അതായത് ഇതുപോലെ ചെയ്താൽ, ഇതുപോലെ എന്നിൽ മനസ്സ് ദൃഢമായി ഉറപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മുക്തി ലഭിക്കും. കഥിതം സർവമേതത്തെ തവ പ്രശ്നാനുസാരത അസ്മിൻ മനസ്സമാധായ യത്തിഷ്ഠേൽ സതുമുക്തിഭാഗ്. ന വ്യക്തവ്യമിതം യത്നാൻ മദ്ഭക്തിവിമുഖാ യദി മദ്ഭക്തായ പ്രദാതവ്യമാഹൂയാപി പ്രയത്നതഃ. മദ്ഭക്തി വിമുഖാഹ യതിൽ, എന്നിൽ ഭക്തി ഇല്ലാത്തവർ, അതായത് എന്നോട് വിമുഖത കാണിക്കുകയാണെങ്കിൽ, എന്നോട് വൈമുഖ്യം കാണിക്കുകയാണെങ്കിൽ, ഇത് പ്രയത്നാത് എന്ന വക്തവ്യ, അതായത് ഭക്തി ഇല്ലാത്തവരോട് ഇത് പറയരുതെന്ന്. ഇത് പ്രയത്നാത് എന്ന വക്തവ്യം, പണിപ്പെട്ടും പറയാതിരിക്കണമെന്ന്. പറയാൻ തോന്നിയാൽ പോലും എൻ്റെ ഭക്തന്മാരല്ലാത്തവരോട് ഇത് പറയരുത്. മദ്ഭക്തായ, എൻ്റെ ഭക്തനായിക്കൊണ്ട് ആഹൂയ അഭി, അത് പറയുകയും വേണം. അത് പ്രയത്നപ്പെട്ടും പറഞ്ഞു കൊടുക്കണം. അതാണ് എന്തൊരു ഇതായിട്ടാണ് പറഞ്ഞത്. അതായത് എന്നിൽ ഭക്തി ഇല്ലാത്തവരോട് ഇത് പണിപ്പെട്ട് പറയാതിരിക്കണം. പറയാൻ തോന്നിയാലും പറയരുത്. എന്നിൽ ഭക്തിയുള്ളവരോട് പറയാൻ തോന്നിയില്ലെങ്കിലും അഥവാ തൽക്കാലം വിഷമാണെങ്കിൽ പോലും പ്രയത്നിച്ച് പറയണം എന്ന് പറയാണ്.
അതായത് അവരെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാൻ നോക്കണം എന്ന് പറയുകയാണ്. എന്നിൽ ഭക്തിയില്ലാത്തവരോട് ഇതിനെ പ്രയാസപ്പെട്ട് പറയാതിരിക്കണം. പറയാൻ തോന്നിയാൽ പോലും പറയാതിരിക്കണം ഭക്തി ഇല്ലാത്തവരോട്. ഭക്തി ഉള്ളവരോട് അവർക്ക് സമയമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് മനസ്സ്, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ പോലും അവരെ വിളിച്ച് വരുത്തി നമുക്ക് സൗകര്യം ഇല്ലെങ്കിലും സൗകര്യം ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം. അത്ര ഭക്തിക്ക് അത്ര പ്രാധാന്യമാണ്. ഈ ഭക്തിയുള്ളവരോട് പറയണം, ഭക്തി ഇല്ലാത്തവരോട് പറയരുത്. ഭക്തിയുള്ളവരോട് ഭക്തിയുള്ളവർ തന്നെയല്ലേ പറയുക. ന വക്തവ്യമിതം യത്നാൻ മദ്ഭക്തി വിമുഖായതി മദ്ഭക്തായ പ്രദാതവ്യമാഹൂയ വിപ്രയത്നത. അതായത് ഭക്തനാണെങ്കിൽ അവനെ വിളിച്ചു വരുത്തി ഇത് കേൾപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്. അതായത് അറിയില്ല, ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷെ വലിയ അറിവൊന്നുമില്ല, ഈ കഥകളൊന്നും അറിയില്ല വെച്ചാൽ അവരെ വിളിച്ചു വരുത്തി പറയുന്ന വേണമെന്ന്. ഇതം തു പഠേൻ നിത്യം ശ്രദ്ധാഭക്തി സമന്വിത അജ്ഞാനപടലധ്വാന്തം വിധൂയ പരിമുച്യതേ. ശ്രദ്ധാഭക്തി സമന്വിത, ഏതൊരുത്തൻ ഇതിനെ ശ്രദ്ധയോടും ഭക്തിയോടും ഇതം നിത്യം ഇതിനെ നിത്യം പഠിക്കുമോ അവൻ പടലധ്വാന്തം, അജ്ഞാനപടലത്താൽ ഉണ്ടായ അന്ധകാരത്തെ വിധൂയ തിരസ്കരിച്ചിട്ട്, അതായത് നശിച്ചിട്ട് പരിമുച്യത് എല്ലാത്തിൽ നിന്നും മോചിക്കപ്പെടുന്ന, അതായത് ഏതൊരാളാണ് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇതിനെ നിത്യവും വായിച്ച് മനനം ചെയ്ത് ദിവസേന വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്യണത്, അവൻ ആത്മസ്വരൂപത്തെ അറിയാഞ്ഞതുകൊണ്ട് അവനുണ്ടാകുന്ന അന്ധകാരം ഉണ്ടല്ലോ, ആ അന്ധകാരം കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്നും മുക്തനായിട്ട് പരമാനന്ദത്തിൽ വിളങ്ങും എന്ന് പറയാണ്. അതാണ് പറയണത്. ആരാണ് ഈ പറഞ്ഞ ഭഗവത് തത്വം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വായിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്യണത്, അവർക്ക് ആത്മസ്വരൂപം അറിയാതെ അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടുണ്ടായ ആ അന്ധകാരം അതിനെ മുറിച്ച് അവർ പരമാനന്ദ സ്വരൂപന്മാരായിട്ട് ഭവിക്കും എന്ന് പറഞ്ഞാൽ മുക്തി ലഭിക്കുന്നർത്ഥം. ഇതം തു പഠേൻ നിത്യം ശ്രദ്ധാഭക്തി സമന്വിതം അജ്ഞാനപടലധ്വാന്തം വിധൂയ പരിമുച്യതേ ഭക്താനാം മമ യോഗിനം സുവിമലസ്വാന്താദിശാന്താത്മനം മത്സേവാഭിരതാത്മനം ച വിമലജ്ഞാനാത്മനം സർവദാ സംഗം യക്കുരുതേ സതോദ്യതമതി സൽ സേവനാനന്യധീർ മോക്ഷസ്തസ്യ കരസ്ഥിതോഹമനിശം ദൃശ്യോ ഭവേനാന്യഥാ. എന്താ പറയണറിയോ? മമ ഭക്താനാം, എൻ്റെ ഭക്തന്മാരും, യോഗിനാം, യോഗിമാരും, യോഗീശ്വരന്മാരും, സുവിമല സ്വാന്താദിശാന്താത്മനാം, ഏറ്റവും നിർമ്മലമായ മനസ്സുള്ളവരും, അത്യന്തം പ്രശാന്തരും, മത്സേവാഭിരതാത്മനാം, എൻ്റെ സേവയിൽ അങ്ങേയറ്റം ഔത്സുക്യത്തോടു കൂടിയവരും, വിമലജ്ഞാനാത്മന, അതായത് വളരെ പരിശുദ്ധമായ ജ്ഞാനം തന്നെ ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞിരിക്കുന്നവരുമായവരുടെ സംഘം, സംസർഗത്തെ സദാ ഉദ്യതമതി, എപ്പോഴും ആ സംഘത്തിന് വേണ്ടി പരിശ്രമിച്ച് സൽ സേവനാനന്യധീഹി, നല്ല സജ്ജനങ്ങളുടെ സേവനമല്ലാതെ ഇതര വേറൊരു കാര്യത്തിൽ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാതെ പിന്നെന്താ പറഞ്ഞ വെച്ചാൽ എനിക്കൊരു ബ്രേക്ക് വന്നു, സോറി കേട്ടോ. അതായത് ഭഗവാനെയും ഭഗവത് ഭക്തന്മാരെയും സേവിക്കുന്ന കാര്യത്തിലല്ലാതെ ബാക്കി കാര്യങ്ങളിൽ ബുദ്ധിയെ ഒരിക്കലും വ്യാപരിക്കാത്തവനുമായ യഹ സദാ കുരുതേ, ഏതൊരുവൻ എപ്പോഴും അങ്ങനെ അത് മാത്രം ചെയ്യണോ, മോക്ഷ തസ്യ കരസ്ഥിത, അവൻ്റെ മോക്ഷം അവൻ്റെ കയ്യിലിരിക്കുന്നു എന്ന്. അഹം മനുഷ്യൻ ദൃശ്യ ഭവേ, ഞാൻ എപ്പോഴും അവർക്ക് ദർശിക്കപ്പെടുവാൻ യോഗ്യനായി, അതായത് ദർശനം തന്നെ കൊടുക്കുന്നു പറയണം. അന്യഥ എന്ന മറ്റൊരു വിധത്തിലില്ല. എന്ത് പറഞ്ഞിട്ടാണ് നിർത്തണം? ശ്രീരാമൻ ലക്ഷ്മണനോടുള്ള ഉപദേശം അറിയുവേ, എൻ്റെ ഭക്തന്മാരും അത് കാരണം എൻ്റെ ഭക്തന്മാരായതുകൊണ്ട് എന്നിൽ തന്നെ വസിക്കുന്നവരും, അത്യന്തം പരിശുദ്ധവും പ്രശാന്തവുമായിരിക്കുന്ന മനസ്സോടുകൂടിയവരും, എൻ്റെ സേവയിൽ സന്തോഷമുള്ളവരും, ജ്ഞാനം തന്നെയാണ് ആത്മസ്വരൂപം എന്ന് അറിഞ്ഞവരുമായ സാധുക്കളുടെ സംഘത്തെ എപ്പോഴും ആഗ്രഹിക്കുന്നവരും, അതായത് സത്സംഗം ആഗ്രഹിക്കുന്നവരും, സത്സംഗത്തെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും
ഒരിക്കലും ആഗ്രഹിക്കാത്തവരും അല്ലെങ്കിൽ അതിൽ വ്യാപൃതരാവാത്തവരും എപ്പോഴും ആദരിക്കുന്നുവോ, ഏതൊരുവൻ എപ്പോഴും ആദരിക്കുന്നുവോ മോക്ഷം അവന് കയ്യിൽ തന്നെ ഇരിക്കുന്നു. അവനെപ്പോഴും ഞാൻ ദർശനം നൽകും, മറ്റൊരു ഉപായത്താലും എന്നെ കാണാൻ സാധിക്കില്ല എന്ന്. ഭക്തി കൊണ്ട് തന്നെയാണ് ശ്രീരാമനെ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണ്. അതെ, എന്താ പറയുക വെച്ചാൽ എൻ്റെ ഭക്തന്മാരും എൻ്റെ അതുകൊണ്ട് പരിശുദ്ധരായിട്ടുള്ള മനസ്സോടുകൂടിയും എൻ്റെ സേവയിൽ സന്തോഷിക്കുന്നവരും, അതായത് സത്സംഗികളുടെ കൂടെ സത്സംഗത്തിൽ സമയം ചെലവഴിക്കുകയും ഭഗവത് ഭക്തന്മാരെയും ഭഗവാനെയും സേവിക്കുകയും പിന്നെയോ ബാക്കി ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നവനക്ക് മോക്ഷം കയ്യിൽ തന്നെ കിട്ടുന്ന മാത്രമല്ല, ഞാൻ ദർശനം കൊടുക്കും. അതല്ലാതെ എന്നെ ദർശിക്കാൻ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ നിർത്തണേട്ടോ ഭഗവാൻ. ഭക്താനാം മമ യോഗിനാം സുവിമല സ്വാന്താദിശാന്താത്മനാം മത്സേവാഭിരതാത്മനാം ച വിമലജ്ഞാനാത്മനാം സർവദാ സംഗമ്യ കുരുതേ സതോദ്യതമതി സൽസേവനാൻ അന്യധീർ. എൻ്റെ സേവയല്ലാതെ എൻ്റെ ഭക്തന്മാരുടെയും സേവയല്ലാതെ അന്യധീർ മോക്ഷസസ്യ കരസ്ഥിതോഹമനിശം ദൃശ്യോ ഭവേ നാന്യഥാ, വേറൊരു ഉപായമില്ല എന്ന് പറഞ്ഞ്, അതായത് ഭക്തിക്ക് അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനോട് ഈ ഉപദേശം ചെയ്യണത്. അപ്പം നമുക്ക് അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായാലും. അത് കഴിഞ്ഞപ്പോൾ ഈ ആരണ്യകാണ്ഡത്തിൽ 4-ാം സർഗം കഴിഞ്ഞു. ഇനി നമ്മൾ ആരണ്യകാണ്ഡത്തിൽ 5-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിർത്താം. അല്ല, അത് കഴിഞ്ഞ് നമുക്ക് 5-ാം സർഗം കൂടിയും കുറച്ച് ചെയ്യാം, അത്രേ സമയമായിട്ടുള്ളൂ. അപ്പം ഇതി ശ്രീമദാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡേ 4ാ സർഗഃ. അത് കഴിഞ്ഞപ്പോൾ ഇനി ആരണ്യകാണ്ഡം 5-ാം സർഗം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ എന്ന് പറഞ്ഞ് തുടങ്ങാം. ആസ് യൂഷ്വൽ ശിവപാർവതിയോട് പറയണതായിട്ടാണ് തുടങ്ങുന്നത്. ശ്രീ മഹാദേവ ഉവാച തസ്മിൻ കാലേ മഹാരണ്യേ രാക്ഷസീ കാമരൂപിണി വിചചാര മഹാസത്വ ജനസ്ഥാന നിവാസിനി. തസ്മിൻ കാലേ, ആ കാലത്തിൽ, മഹാരണ്യെ മീൻസ് ഈ ദണ്ഡകവനത്തിലെ, ജനസ്ഥാന നിവാസിനി ജനസ്ഥാനത്തിൽ വസിക്കുന്നവളും, കാമരൂപിണിയും അതായത് ഇഷ്ടം പോലെ വേഷം മാറാൻ കഴിവുള്ളവളും, കാമരൂപിണി ചെന്നാൽ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് രൂപം മാറാൻ, മഹാസത്വ മഹത്തായ ഒരു മഹാസത്വം അത്ര വലിപ്പമുള്ളത് ബലമുള്ളതും, രാക്ഷസി ഒരു രാക്ഷസി വിചചാര സഞ്ചരിച്ചിരുന്നു. അപ്പോൾ ശിവൻ പറയണം ശ്രീപാർവതി സീതാരാമലക്ഷ്മണന്മാർ അങ്ങനെ പഞ്ചവടിയിലെ ദണ്ഡകവനത്തിലെ പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത് ആ കാട്ടിൽ ജനസ്ഥാനം എന്ന് പേരായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഇഷ്ടം പോലെ ഏത് രൂപം വേണമെങ്കിൽ ധരിക്കാൻ പറ്റണവളും ശക്തിശാലിയായിട്ട് ഭയങ്കര ശക്തിയുള്ളവളുമായിട്ടുള്ള ഒരു രാക്ഷസി ആ വനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്ന്. ശ്രീ മഹാദേവ ഉവാച തസ്മിൻ കാലേ മഹാരണ്യേ രാക്ഷസീ കാമരൂപിണി വിചചാര മഹാസത്വ ജനസ്ഥാന നിവാസിനി ഏകദാ ഗൗതമീ തീരെ പഞ്ചവട്യാ സമീപതാ പദ്മ വജ്രാങ്കുശാങ്കാനി പദാനി ജഗദീപതേഃ ദൃഷ്ട്വാ കാമപരീതാത്മാ പാദസൗന്ദര്യമോഹിത പശ്യന്തി സാ ശനൈരായാദ്രാഘവസ്യ നിവേശനം. ഏകദ ഗൗതമീ തീരെ, ഒരു ദിവസം ഗൗതമീ നദിയുടെ തീരത്തിൽ, പഞ്ചവട്യാഹ സമീപത പഞ്ചവടിയുടെ സമീപത്തിൽ, ജഗദീപതേഃ വജ്രാങ്കുശങ്കാനി പദാനി ദൃഷ്ട്വ, ഈ ശ്രീരാമൻ്റെ താമരപ്പൂവ്, വജ്രായുധം, അങ്കുശം എന്നിവയാൽ അടയാളപ്പെട്ടിരിക്കുന്ന പാദങ്ങളെ കണ്ടിട്ട്, അതായത് ശ്രീരാമൻ നടന്നപ്പോൾ അതിൻ്റെയൊക്കെ അടയാളം അവിടെ ഉണ്ട് മണ്ണിൽ, അത് കണ്ടിട്ട് ഈ എന്തൊക്കെ താമരപ്പൂവും ശ്രീരാമൻ്റെ കാലടിയിൽ താമരപ്പൂവും വജ്രായുധവും അങ്കുശമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ നടന്നോർത്ത് കാണുമല്ലോ, അത് കണ്ടിട്ട് പാദസൗന്ദര്യമോഹിത കാമപരീതാത്മാ സാ, ഈ പാദാരവിന്ദങ്ങളുടെ ഭംഗി കണ്ട് മോഹിച്ചവളും, കാമം കൊണ്ട് വിവശയുമായ മനസ്സോടുകൂടിയവായ അവൾ, കാമവിവശയായ അവൾ, പശ്യന്തി ശനൈഹി നിവേശനം ആയാത്, പതുക്കെ നോക്കിയും കൊണ്ട് മെല്ലെ മെല്ലെ രാമൻ താമസിക്കുന്ന സ്ഥലത്തെ പ്രാപിച്ചു എന്ന്. എന്താണ് ഇപ്പോൾ പറയണത്? ശിവൻ
ഒരു ദിവസം പഞ്ചവടിയുടെ അടുത്ത് ഗോദാവരി നദീതീരത്തിൽ വജ്രായുധം അങ്കുശം തോട്ടിയാണ് കേട്ടോ എന്നിവിടെ ആകൃതിയിലുള്ള രേഖകൾ അടയാളപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ കാലടികൾ പതിഞ്ഞത് ഇവള് കണ്ടു. ഈ രാക്ഷസി ആ പാദാരവിന്ദങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് അവൾ മോഹിതയായിട്ട് ഇത്ര മനോഹര പാദങ്ങളുള്ള ആ പുരുഷനോട് എനിക്ക് കാമം തോന്നുന്നു എന്ന് പറഞ്ഞ് ആ ശ്രീരാമനെ കാണാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു? അപ്പം അതിനുള്ള ആഗ്രഹമായി, കാമാവേശമായി അവൾ കേട്ടോ. ആ കാലടികളെയും അന്വേഷിച്ചും കൊണ്ട് മെല്ലെ മെല്ലെ സഞ്ചരിച്ച് ശ്രീരാമൻ്റെ ആശ്രമത്തിൽ എത്തി എന്നാണ് പറഞ്ഞത്. ഏകദാ ഗൗതമീ തീരെ പഞ്ചവട്യാ സമീപത പത്മവജ്രാങ്കുശാങ്കാനി പദാനി ജഗദീപതേഃ ദൃഷ്ട്വാ കാമപരീതാത്മാ പാദസൗന്ദര്യമോഹിത പശ്യന്തി സാ ശനൈരായാദ്രാഘവസ്യ നിവേശനം. രാഘവൻ താമസിക്കുന്നിടത്തെത്തി. ഇനി 4-5 തത്ര സാ തം രമാനാഥം സീതയാ സഹ സംസ്ഥിതം കന്ദർപ്പസദൃശം രാമം ദൃഷ്ട്വാ കാമവിമോഹിത രാക്ഷസീ രാഘവം പ്രാഹ കസ്യ ത്വം കിമാശ്രമേ യുക്തോ ജഡാവൽക്കലാദ്യൈ സാധ്യം കിം തേത്ര മേ വദ. തത്ര സാ സീതയാ സഹ സംസ്ഥിതം രാമനാഥം കന്ദർപ്പസദൃശം രാമം ദൃഷ്ട്വ. അവിടെ സീതയോടുകൂടി ഇരിക്കണ, അതായത് കാമദേവനെ പോലെ ഭംഗിയുള്ള രാമനെ കണ്ടിട്ട്, കന്ദർപ്പ സദൃശം എന്ന് പറഞ്ഞില്ലേ, കന്ദർപ്പൻ കാമദേവനാണ്. കാമദേവനെ പോലെ ഭംഗിയുള്ള മന്മഥ തുല്യനായിട്ടുള്ള ശ്രീരാമനെ കണ്ടിട്ട് കാമമോഹിത രാക്ഷസി, കാമമോഹിതയായിട്ടുള്ള ആ രാക്ഷസി രാഘവം പ്രാഹ, രാഘവനോട് പറഞ്ഞു, ത്വം കസ്യ നീ ആരുടെ മകനാണ്? കഹ, നിൻ്റെ പേരെന്താണ്? ജഡാവൽക്കലാദ്യൈഹി യുക്ത ആശ്രമേക്കും, ഈ ജഡാവൽക്കലങ്ങളൊക്കെ അണിഞ്ഞിട്ട് എന്തിനാ ഈ ആശ്രമത്തിൽ വന്നിരിക്കുന്നത്? തേ അത്ര സാധ്യം കിം, നിനക്കിവിടെ എന്താവശ്യത്തിനാണ് വന്നത്? മേ വധ, എന്നോട് പറയൂ എന്ന്. ഈ രാക്ഷസിക്ക് ശ്രീരാമനോട് ഭയങ്കര കാമം തോന്നി. ആശ്രമത്തിൽ പ്രവേശിച്ചു ആ രാക്ഷസി. എന്നിട്ട് സീതാസഹിതനായിരിക്കുന്ന ആ ശ്രീരാമനോട്, മന്മഥ തുല്യനായിട്ടുള്ള ആ ശ്രീരാമനോട് കാമവികാരത്തിന് അധീനയായിട്ട് അവൾ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ്? അങ്ങ് ആരുടെ പുത്രനാണ്? അങ്ങയുടെ പേരെന്താണ്? ഈ ജഡാവൽക്കലാദികളൊക്കെ ധരിച്ചും കൊണ്ട് ഈ ആശ്രമത്തിൽ എന്തിനാണ് ഇരിക്കണത്? ഇവിടെ അങ്ങേക്ക് എന്താണ് ആവശ്യം ഉള്ളത്? അല്ലെങ്കിൽ എന്ത് സാധിക്കാനാണ്, കാര്യസാധ്യത്തിനാണ് വന്നിരിക്കുന്നത്? എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോഴോ അത് വായിച്ച് നമുക്ക് അടുത്തേക്ക് പോവാം. തത്ര സാ തം രമാനാഥം സീതയാ സഹ സംസ്ഥിതം കന്ദർപ്പസദൃശം രാമം ദൃഷ്ട്വാ കാമവിമോഹിതയവളെ, മന്മഥുരനായിട്ടുള്ള ശ്രീരാമനെ കണ്ടിട്ട് അത്ഭുതപ്പെടാനില്ലല്ലോ. രാക്ഷസീ രാഘവം പ്രാഹ കസ്യത്വം കിമാശ്രമേ യുക്തോ ജഡാവൽക്കലാദ്യൈ സാധ്യം കിം തേത്ര മേ വദ, എന്നോട് പറയാനേ. അഹം ശൂർപ്പണഖ നാമ രാക്ഷസീ കാമരൂപിണി ഭഗിനി രാക്ഷസേന്ദ്രസ്യ രാവണസ്യ മഹാത്മന. അപ്പോൾ അവനവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട ഇവളെ. അഹം, ഞാൻ കാമരൂപിണി ശൂർപ്പണഖ നാമ രാക്ഷസി, ഞാൻ കാമരൂപിണിയും ശൂർപ്പണഖ എന്ന് പേരുള്ള രാക്ഷസിയാണ്. മഹാത്മന രാക്ഷസേന്ദ്രസ്യ രാവണസ്യ ഭഗിനി, വലിയ കേമനായിട്ടുള്ള രാവണൻ്റെ സഹോദരിയാണ് ഞാൻ. രാമൻ ഇങ്ങോട്ട് ചോദിച്ചൊന്നുമില്ല, സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താ അറിയോ, രാമന് എൻ്റെ വിവരം അറിയാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇഷ്ടം പോലെ വേഷമൊക്കെ ധരിക്കാൻ കഴിവുള്ള ഒരു രാക്ഷസിയാണ്. എൻ്റെ പേര് ശൂർപ്പണഖ എന്നാണ്. ഞാൻ രാക്ഷസ രാജാവായിട്ടുള്ള വലിയ മഹാനായിട്ടുള്ള രാവണൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. അഹം ശൂർപ്പണഖ നാമ രാക്ഷസീ കാമരൂപിണി ഭഗിനി രാക്ഷസേന്ദ്രസ്യ രാവണസ്യ മഹാത്മന ഖരേണ സഹിത ഭ്രാത്ര വസാമ്യത്രൈവ കാനനെ രാജ്ഞാ ദത്തം ച മേ സർവം മുനി ഭക്ഷ വസാമ്യഹം. ഈശ്വര, എന്താ പറയണ? ഭ്രാത്ര ഖരേണ സഹിത, എൻ്റെ സഹോദരനായ ഖരനോടുകൂടി അത്ര കാനനി ഏവ, ഈ കാട്ടിൽ തന്നെ ദണ്ഡകവനത്തിലെ വസാമി, ഞാൻ വസിക്കുന്നു. രാജ്ഞാമേ സർവം ദത്തം, രാജാവിനാൽ സർവവും എനിക്ക് ദാനം ചെയ്യപ്പെട്ടു. മുനിഭക്ഷ അഹം വസാമി, ഞാൻ മുനികളെ തിന്നിട്ടാണ് അവിടെ ജീവിക്കണത്.
അതാണ് ഭക്ഷണം. മുനിമാരാണ് ആ ദണ്ഡകവനത്തിലത്തെ മുനിമാരെ തിന്നാണ്. അപ്പം എന്താ പറയണതില്ലേ, സഹോദരനായിട്ടുള്ള ഖരനോടുകൂടി ഞാൻ ഈ കാട്ടിൽ തന്നെയാണ് താമസിക്കണത്. ഈ കാട് മുഴുവനും രാജാവ്, അതായത് രാവണനെ, ഈ ദണ്ഡകവനം എനിക്ക് തന്നു. ഈ കാട്ടിൽ വസിക്കണ മുനികളെ വിശക്കുമ്പോൾ ഒക്കെ ഈ കാട്ടിൽ തപസ് ചെയ്യണ മുനികളെ ഭക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞു. എന്തു വേണം പിന്നെ, അല്ലേ? ഖരേണ സഹിത ഭ്രാത്ര വസാമ്യത്രൈവ കാനനെ രാജ്ഞാദത്തം ചമേ സർവം മുനിഭക്ഷാ വസാമ്യഹം. ഈ 3 ശ്ലോകം കൂടി ചൊല്ലി നിർത്താം. താം തു വേദിമിച്ഛാമി വദമേ വദതാം വരാ താമാഹ രാമനാമാഹമയോധ്യാധിപതേ സുതഃ ഏഷാ മേ സുന്ദരീ ഭാര്യ സീതാ ജനകനന്ദിനി സതു ഭ്രാത്ര കനീയാന്മേ ലക്ഷ്മണോതീവ സുന്ദര കിം കൃത്യം തേ മയാ ബ്രൂഹി കാര്യം ഭുവന സുന്ദരീ ഇതി രാമവച ശ്രുത്വാ കാമാർത്താ സാ ബ്രവീദിതം. അപ്പോൾ രാമനും പറഞ്ഞു, എന്ത്? ത്വാം തു വേദിതും ഇച്ഛാമി. അവല്ല, രാമനോട് പറഞ്ഞു, ത്വാം തു വേദിതും ഇച്ഛാമി, അങ്ങ് ആരാന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യദതാം വരാ മേ വധ, അതുകൊണ്ട് എന്നോട് പറയൂ. താം ആഹ. അപ്പോൾ ശ്രീരാമൻ അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞ? അഹം രാമനാമ, ഞാൻ രാമൻ എന്ന പേരോടുകൂടിയവൻ. അയോധ്യാധിപതേ സുത, അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥൻ്റെ സുതൻ. ഏഷ സുന്ദരി മേ ഭാര്യ, ഈ സുന്ദരി എൻ്റെ ഭാര്യയാണ്. സീത എന്ന പേര്. ജനകനന്ദിനി, ജനകൻ്റെ മകളാണ്. സതുമേ കനീയാത് ഭ്രാത, ഇവനാവട്ടെ എൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ. അതീവ സുന്ദര, ഏറ്റവും സുന്ദരൻ. തേ മയാ കൃത്യം, നിനക്ക് എന്നാൽ എന്താണ് ആവശ്യം? തേ മയാ കൃത്യം കിം, നിനക്ക് എന്നെക്കൊണ്ട് എന്താ ആവശ്യം? ഭുവനസുന്ദരി കാര്യം ബ്രൂഹി, ലോകസുന്ദരി എന്നൊക്കെ വിളിക്കണം, കാര്യം എന്നോട് പറയൂ. ഇതി രാമവചഃ ശ്രുത്വ, ഇങ്ങനെ രാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് കാമാർത്ത സ ഇദം അബ്രവീത്, കാമം കൊണ്ട് വിവശയായ ശൂർപ്പണഖ ഇപ്രകാരം പറഞ്ഞു. എന്താ അറിയോ? ശൂർപ്പണഖ പറഞ്ഞു, ഇപ്പം ഞാൻ ആരാന്നൊക്കെ പറഞ്ഞു തന്നുവല്ലോ. ശൂർപ്പണഖയാണ്, ഖരൻ്റെ കൂടെ താമസിക്കുകയാണ്, രാവണൻ്റെ സഹോദരിയാണ്, മുനിമാരെ ഭക്ഷിച്ച് കഴിയണു എന്നൊക്കെ ഞാൻ എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ. എനിക്ക് അങ്ങേ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങ് വലിയ വാഗ്മിയാണായിട്ടുള്ള എന്നോട് പറഞ്ഞാലും എന്നോട് അങ്ങേ പറ്റിയിട്ടുള്ള വിവരമൊക്കെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു, എൻ്റെ പേര് രാമൻ, ഞാൻ അയോധ്യ രാജാവായ ദശരഥപുത്രൻ. ഈ സുന്ദരി എൻ്റെ ഭാര്യ, സീത എന്നാണ് പേര്, ജനക മഹാരാജാവിൻ്റെ മകളാണ്. ഇവിടെ അടുത്ത് നിൽക്കണില്ലേ, അത് എൻ്റെ അനിയൻ ലക്ഷ്മണനാണെന്നാ പേര്, അതീവ സുന്ദരനാണ്. എന്നെക്കൊണ്ട് നിനക്കിപ്പോൾ എന്താ ആവശ്യമുള്ളത്? സുന്ദരി, എന്താ കാര്യം വെച്ചാൽ വേഗം പറയൂ എന്ന് പറഞ്ഞപ്പോൾ കാമപീഡിതയായിട്ടുള്ള ശൂർപ്പണഖ രാമനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ആ 3 ശ്ലോകം വായിച്ചിട്ട്. ത്വാം തു വേദിമിച്ഛാമി വദമേ വദതാം വരാ താമാഹ രാമനാമാഹമയോധ്യാധിപതേഃ സുത ഏഷാ മേ സുന്ദരീ ഭാര്യ സീതാ ജനകനന്ദിനി സതു ഭ്രാതാ കനീയാന്മേ ലക്ഷ്മണോതീവ സുന്ദരഃ കിം കൃത്യം തേ മയാ ബ്രൂഹി കാര്യം ഭുവനസുന്ദരീ ഇതി രാമവച ശ്രുത്വാ കാമാർത്താ സാ ബ്രവീദിതം. കാമാർത്തയായ അവൾ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.